നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സമാനമായ ആക്ഷേപം വന്നിട്ടുണ്ട്. അതിൽ പെൻഡ്രൈവ് മെമ്മറി കാർഡൊക്കെ പരിശോധിക്കുകയും അതിൽ ഹാഷ് വാല്യൂ മാറുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ അടക്കം കോടതി മുറികളിൽ അല്ലെങ്കിൽ തൊണ്ടി മുറികളിലൊക്കെ സൂക്ഷിക്കുന്ന വസ്തുക്കൾ പോലും, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന വസ്തുക്കൾ പോലും ഇത്തരത്തിൽ പ്രതികൾക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ പുറത്തു കൊണ്ടുപോകാനും പരിശോധിക്കാനും അതിൽ ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതൊരു നാണക്കേടാണ്, അത് വലിയ സങ്കടകരമാണ്, അത് വലിയ ദൂരവ്യാപകമായിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇവിടെ രക്ഷപ്പെട്ട പ്രതി അതിനുശേഷം വന്നിട്ടുള്ള ബാക്കി ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിലൂടെ ആന്റണി രാജുവിനെ പോലുള്ള ഒരു വക്കീൽ ചെയ്തത് തെറ്റായ കാര്യമാണ്. അദ്ദേഹം ആദ്യം ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തോട് ചെയ്ത തെറ്റാണ്, പൊതുസമൂഹത്തോട് ചെയ്ത തെറ്റാണ്. ഇനിയെങ്കിലും പറ്റിപ്പോയ തെറ്റ് ഏറ്റു പറയുന്നതിനുള്ള മിനിമം മര്യാദ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതുപോലും ഇല്ലാതെ നിരപരാധിയാണ് എന്നുള്ള വാദം പറയുന്നത് തികച്ചും അനാവശ്യമാണ്. അദ്ദേഹം പറയുന്ന ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാറുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട നിരപരാധികളുടെ എണ്ണം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഒരെണ്ണമെങ്കിലും പറയണം. അങ്ങനെയുള്ള നിരപരാധികൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ MLA ആയിരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലല്ലോ, ജയിലിൽ കിടക്കാൻ പാടില്ലല്ലോ. അപ്പൊ വെറുതെ അങ്ങ് സ്വയം നിരപരാധിയുടെ പട്ടം എടുത്ത് ചാർത്തിക്കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൊതുപ്രവർത്തകർക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.